മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം വെള്ളക്കട്ടയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം നടക്കുക. അനന്ത് പഠിച്ച സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സാജിദ അജ്മൽ അനന്തുവിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാജിദ, അനന്തുവിന് കണ്ണീരോടെ വിട നൽകുകയാണ് നാട്ടുകാരും സഹപാഠികളുമൊക്കെ. ഇപ്പോഴും പൊതുദർശനം നടക്കുകയാണോ? എത്ര മണിയോടുകൂടിയാണ് സംസ്കാരം? ദിവ്യ, അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലുള്ള പൊതുദർശനം അവസാനിപ്പിക്കും. സ്കൂളിലും പൊതുദർശനം ഉണ്ടായിരുന്നു. വീട്ടിലെ പൊതുദർശനം എത്രയും വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോഴും പൊതുദർശനം അവിടെ തുടരുകയാണ്. നിരവധി ആളുകളാണ് അനന്തുവിനെ കാണാനായി അവസാനമായി ഒരു നോക്ക് കണ്ട് വിട ചൊല്ലാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം വഴിക്കടവിൽ ഇന്നലെയാണ് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തുവിന് ദാരുണാന്ത്യമുണ്ടായത്. ഇന്നിപ്പോൾ രാവിലെയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമാണ് അനന്തുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. സാജിദ് തുടരുന്നുണ്ട്. സാജിദ്, ഇപ്പോഴും നിരവധി പേരാണോ അനന്തുവിനെ കാണാനായി എത്തുന്നത്? തീർച്ചയായും നിരവധി പേരാണ് ഈ വെള്ളക്കട്ടയിലെ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അനന്തുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, ബന്ധുക്കൾ, അയൽവാസികൾ, സഹപാഠികൾ, അധ്യാപകർ, ഇത് കൂടാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൗക്കത്ത്, PV അൻവർ, M സ്വരാജ് അടക്കമുള്ള നേതാക്കൾ, ഇതുകൂടാതെ MP മാർ, MLA മാർ, മന്ത്രിമാർ, ഈ മുന്നണി നേതാക്കൾ തുടങ്ങി എല്ലാവരും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നതുകൊണ്ടാണ് ഈ സമയം വൈകിയത്. ഈ നേരത്തെ സ്കൂളിൽ പൊതുദർശനം തീരുമാനിച്ചിരുന്നില്ല. പിന്നീട് നിരവധി കുട്ടികളും അധ്യാപകരും എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു 10 മിനിറ്റിൽ താഴെ മാത്രം പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെയും കണ്ണീരോട് കൂടിയാണ് പ്രിയപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഈ യാത്രാമൊഴി നൽകിയത്. വീട്ടിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ഈ സമീപത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ശ്മശാനത്തിലാണ് പൊതുദർശനം ഉള്ളത്. നമുക്കറിയാം, ആരോഗ്യവാനായ വെറും 15 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഇന്നലെ വരെ കളിച്ച് നടന്നിരുന്ന ഒരു കുട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അപകടത്തിൽപ്പെടുന്നു, ഷോക്കേറ്റ് മരിക്കുന്നു. അതിന്റെ നെട്ടലിൽ തന്നെയാണ് ഈ നാട് മുഴുവൻ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇത് സംസ്ഥാനത്ത് വലിയൊരു വാർത്തയും വിവാദവുമായി മാറിയ പശ്ചാത്തലത്തിൽ നിരവധി ആളുകളും ഇങ്ങോട്ട് എത്തുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വിനീഷ് എന്ന ഈ പന്നിക്ക് കെണിവെച്ച ഈ പ്രതി പിടിയിലായിട്ടുണ്ട്. കൂടുതൽ വകുപ്പുകൾ തുടരുകയാണ്. ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.